എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 14 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസ് 22-ന്റെ 14 മുതൽ 19 വരെ. സമയമായപ്പോൾ അവൻ അപ്പോസ്തലന്മാരുമായി ഭക്ഷണത്തിനിരുന്നു. അവൻ അവരോട്, ഞാൻ കഷ്ടം അനുഭവിക്കും മുൻപേ ഈ പെസഹ നിങ്ങളോടുകൂടെ കഴിപ്പാൻ വാഞ്ചയോടെ ആഗ്രഹിച്ചു. അത് ദൈവരാജ്യത്തിൽ നിവൃത്തിയാകുവോളം ഞാൻ ഇനി അത് കഴിക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. പിന്നെ പാനപാത്രമെടുത്ത് വാഴ്ത്തി, ഇത് വാങ്ങി പങ്കിട്ടുകൊള്ളുവിൻ. ദൈവരാജ്യം വരുവോളം ഞാൻ മുന്തിരിവള്ളിയുടെ അനുഭവം ഇന്നു മുതൽ കുടിക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പിന്നെ അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു. ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. കർത്താവിൻ്റെ അന്ത്യത്താഴവും പെസഹ അത്താഴവും അത് രണ്ടും കോർത്തിണക്കി മത്തായി 26-ാം അധ്യായത്തിൻ്റെ 17 മുതലും മർക്കോസ് 14-ന്റെ 17 മുതലും ഇപ്പോൾ നമ്മൾ വായിച്ച വേദഭാഗത്തും കാണുന്നു. ഡൽഹി ഇന്ത്യ ഗേറ്റിൽ രാജ്യത്തിനു വേണ്ടി ജീവൻ അർപ്പിച്ച അനേക പട്ടാളക്കാരുടെ പേരുകൾ ഉല്ലേഖനം ചെയ്തിരിക്കുന്നതും അതിൻ്റെ അടുത്ത് ഒരിക്കലും കെടാത്ത അമർജ്യോതിയും കാഴ്ചക്കാരെ ആകർഷിക്കുന്നതാണ്. അതുപോലെ തന്നെ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവാർപ്പണം ചെയ്ത മഹാത്മാഗാന്ധിയുടെ ശവകുടീരത്തിലും കെട്ടുപോകാത്ത അമർജ്യോതി നാം കാണുന്നു. അമേരിക്കയിൽ വളരെ പ്രശസ്തമായ ആർലിംഗ്ടൺ ശ്മശാനത്തിൽ രാജ്യത്തിനു വേണ്ടി ജീവൻ അർപ്പിക്കേണ്ടി വന്ന അനേകരുടെ ശവകുടീരങ്ങളുണ്ട്. അവിടെ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന കെന്നഡിയുടെ ശവകുടീരത്തിലും കെട്ടുപോകാത്ത ദീപവും തൻ്റെ സഹോദരൻ റോബർട്ട് കെന്നഡിയുടെ ശവകുടീരത്തിൽ അനർഗളമായി ഒഴുകുന്ന വെള്ളവും ദൃശ്യമാണ്. ഇവരെല്ലാവരും ജീവിക്കാൻ വന്നവരായിരുന്നു എങ്കിലും പല അകാല മൃത്യുവിന് ഇരയായവരാണ്. എന്നാൽ യേശുക്രിസ്തു ലോകത്തിൽ വന്നത് മരിക്കുന്നതിനായിരുന്നു എന്നതാണ് വ്യത്യാസം. പെസഹ പെരുന്നാളിൽ യേശു തൻ്റെ ശിഷ്യന്മാരോട് വിട പറയുന്നതിന് മുൻപായി വിരിച്ചൊരുക്കിയ മാളികയിൽ അത്താഴം കഴിച്ചു. ദുഷ്ടശക്തികളോടുള്ള സമരത്തിൻ്റെ മൂർധന്യത്തിലേക്ക് വന്നിരിക്കുന്നു എന്ന യേശുവിന് നിശ്ചയമുണ്ടായിരുന്നു. വികാരഭരിതനായ യേശു പറയുന്നു, നിങ്ങളിൽ ഒരുവൻ എന്നെ കാണിച്ചു കൊടുക്കാൻ പോകുന്നു. ശിഷ്യന്മാർക്കൊന്നും മനസ്സിലാകുന്നില്ല. യോഹന്നാന്റെ സമീപനപ്രകാരം യേശുവിനെ വിസ്തരിച്ചത് പെസഹായ്ക്ക് മുൻപായിരുന്നുവെന്നും ക്രൂശീകരണം നടന്നത് ദേവാലയത്തിൽ പെസഹ കുഞ്ഞാടിനെ അറുക്കുന്ന സമയത്ത് തന്നെ ആയിരുന്നു എന്നാണ്. യേശു ദൈവത്തിൻ്റെ പെസഹ കുഞ്ഞാട് തന്നെയാണെന്നും അവൻ്റെ രക്തം ദൈവജനത്തിന് വിടുതൽ നൽകുന്നു എന്ന് സ്ഥാപിക്കുവാനുമാണ് യോഹന്നാൻ ശ്രമിച്ചത്. വിരിച്ചൊരുക്കിയ മാളിക മുറി, ഇത് ആദിമസഭയുടെ ചരിത്രത്തിൽ മർമ്മപ്രധാനമായ പല സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ച മുറിയാണ്. തങ്ങളുടെ ഗുരുവിൻ്റെ മരണത്തിൽ ചങ്കുരുകി വിലപിച്ചുകൊണ്ട് ശിഷ്യന്മാർ ദിവസങ്ങൾ തള്ളി നീക്കിയതും ഈ മുറിയിൽ തന്നെയായിരുന്നു. ഉയിർത്തെഴുന്നേറ്റ യേശു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് പറഞ്ഞതും ഈ മാളിക മുറിയിലാണ്. പെന്തക്കോസ്ത് നാളിൽ സംഭവിച്ച പരിശുദ്ധാത്മാവിൻ്റെ അധിവാസവും ഈ മുറിയിൽ തന്നെയായിരുന്നു. മരണം യേശുവിനെ തുറിച്ചു നോക്കുന്നു. സ്നേഹിതൻ ഒറ്റുകൊടുക്കാൻ പോകുന്നു. സ്വന്തം ജനം തന്നെ ക്രൂശിക്കാൻ വട്ടം കൂടുന്നു. അന്ധകാര നിബിഡമായ പശ്ചാത്തലത്തിൽ യേശുവിൻ്റെ മുഖം ഉജ്ജ്വലമായി പ്രകാശിക്കുന്നു. അവർ ഭക്ഷിക്കുമ്പോൾ അവൻ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു. വാങ്ങുവീൻ, ഇത് എൻ്റെ ശരീരമെന്ന് പറഞ്ഞു. ശിഷ്യന്മാരോട് കൂടെയുള്ള സാന്നിധ്യം മാറാൻ പോകുന്നു. മുറിക്കപ്പെട്ട അപ്പത്താലും പകരപ്പെട്ട വീഞ്ഞിനാലും യേശു ശിഷ്യന്മാർക്ക് ഒരു അദൃശ്യ സാന്നിധ്യം വാഗ്ദാനം ചെയ്യുന്നു. ഒരു ഇൻവിസിബിൾ യൂണിയൻ വിത്ത് ഹിസ് ഡിസൈപ്പിൾ. യേശു ഇവിടെ ഒരു കൂദാശ അനുഷ്ഠിക്കുകയായിരുന്നു. കാൽവറി യാഗത്തെ അനുസ്മരിപ്പിക്കുന്ന അപ്പം നുറുക്കപ്പെടുന്ന ശരീരത്തോടുള്ള സംയോജനമാണ്.
പകരപ്പെടുന്ന വീഞ്ഞിനാൽ പരമയാഗത്തോടുള്ള ഒരു ഏകീഭാവത്തിലുള്ള പുതിയ നിയമമാണ്. ഇവിടെ ഒരു പ്രവർത്തിക്കപ്പെട്ട ഒരു ഉപമ. പഴയ പെസഹ പുതിയതിൻ്റെ ഒരു നിഴൽ മാത്രമായിരുന്നു. ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നുള്ള വിടുതലിൻ്റെ ഓർമ്മയെ കൊണ്ടാടുന്ന പെസഹ ഇന്ന് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും വിടുതലാകുന്ന രക്ഷയെ സൂചിപ്പിക്കുന്നു. ഇത് പുതിയ മനുഷ്യ സമൂഹമായ രാജ്യത്തിൻ്റെ മക്കൾക്ക് വേണ്ടിയുള്ള വിരുന്നാണ്. അന്ത്യ അത്താഴത്തിൽ കർത്താവിൻ്റെ അത്താഴത്തിനുള്ള ഉടമ്പടി പത്രത്താൽ അധികാരപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത്. അവൻ്റെ ശരീരം നമുക്കായി നുറുക്കപ്പെട്ടതും രക്തം ചിന്തിയതും നാമും മറ്റുള്ളവർക്കായി നൽകുന്നതിന് വേണ്ടിയാണ്. നന്ദി അർപ്പിക്കുന്ന യൂക്കറിസ്റ്റും കർത്താവിൻ്റെ അത്താഴവും സ്വയസ്നേഹത്തെ കൊല്ലാൻ നമ്മെ ഉപദേശിക്കുന്ന കൂദാശയാണ്. നീ തന്നെയാണ് ഈ അൾത്താരയിൽ കിടക്കുന്നത്, നിന്റെ ജീവൻ തന്നെയാണ് പാനപാത്രത്തിൽ എന്ന് വിശുദ്ധ അഗസ്റ്റിൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നമ്മെ തന്നെയും ദൈവ ഉദ്ദേശത്തിന് കീഴ്പ്പെടുത്തുകയുമാണ് ഈ കൂദാശയിലൂടെ സാധ്യമാകുന്നത്. ഇത് നാം ചെയ്യുന്നതോ ദൈവത്തിൻ്റെ മുഴുവൻ കുടുംബത്തിനു വേണ്ടിയും. അതുകൊണ്ട് ഇത് പൂർണ്ണമായും ഒരു സാമൂഹ്യ ശുശ്രൂഷയാണ്. മാനവ സമൂഹത്തിൻ്റെ വേദനയും പ്രയത്നവുമെല്ലാം ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ശുദ്ധീകരണം ഒരു സൃഷ്ടിപരമായ പ്രവർത്തനമാണ്. ശുദ്ധീകരിക്കുന്ന ദ്രവ്യങ്ങൾ, അതായത് അപ്പവീഞ്ഞുകൾ, ദൈവത്തിൻ്റെ ജീവൻ്റെയും സ്നേഹത്തിൻ്റെയും കൗദാശിക വസ്തുവായിത്തീരുന്നു. ക്രിസ്തീയ ആരാധന ഒരു സമർപ്പണമാണ്. ഇന്നലെയും ഇന്നും നാളെയും അതിൽ സംയോജിക്കുന്നു. യൂക്കറിസ്റ്റ് ഒരു യാഗമാണ്. നാം അല്ല, കർത്താവത്രേ അത് അർപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തുടക്കം കർത്താവ് തന്നെ സമർപ്പണത്തിൻ്റെ അടയാളമായി ശിഷ്യന്മാർക്ക് പകർന്നു നൽകുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ പരിശോധനയിൽ പരാജിതരാകുമ്പോൾ ഈ വിശുദ്ധ സംസർഗ ശുശ്രൂഷ നമുക്ക് ശക്തി പകർന്നു തരാൻ സഹായകരമാണ്. ദൈവരാജ്യത്തിലെ വലിയ വിരുന്നിൽ പങ്കെടുക്കാനുള്ള ഒരുക്കമായി ഈ ശുശ്രൂഷയെ നമുക്ക് അനുഭവവേദ്യമാക്കാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ വാഴ്ത്തപ്പെട്ട കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി പരമയാഗമായി തീർന്നതിൻ്റെ അടയാളങ്ങൾ പെസഹ പെരുന്നാളിലൂടെ ഞങ്ങൾ ഓർക്കുമ്പോൾ ഈ ദിവസം ധ്യാനാത്മകമായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രഭാതം മുതൽ പ്രദോഷം വരെ അവിടുത്തെ കൃപയിലും സാന്നിധ്യത്തിലും ഞങ്ങൾ തന്നെ ശരണപ്പെടുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങളെ അവിടുന്ന് അറിയുകയും വഴികളെ ഒരുക്കുകയും ആലോചന നൽകുകയും ചെയ്യണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർ, വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുണയുള്ള കരങ്ങളാൽ വഴി നടത്തണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും സാന്നിധ്യവും നാം ഏവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.